അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഒരു സാമൂഹ്യ ജീവിതത്തിൽ പലപ്പോഴും കുടുംബ സാമൂഹിക ബന്ധങ്ങളിൽ ഇടപെടുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ ചെയ്യണോ ചെയ്യണ്ടേ, ഞാൻ മുന്നോട്ട് പോകണോ പോകാതിരിക്കണോ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെയൊക്കെ അലട്ടാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ നന്നായി ആലോചിക്കും, നമ്മുടെ മുൻ അനുഭവങ്ങൾ പരിശോധിക്കും, അങ്ങനെ മുന്നോട്ട് പോകും. പലപ്പോഴും അടുത്ത സുഹൃത്തുക്കളോടും നമ്മളെ സ്നേഹിക്കുന്നവരോടും കൂടി ആലോചിക്കും. ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ കൂട്ടായ്മയിൽ ശരിക്കും ശൂറ നടത്തി, കൂടിയാലോചന നടത്തി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒറ്റക്ക് അവനവൻ്റെ സ്വന്തം കാര്യം തീരുമാനിക്കുകയല്ല നമ്മൾ വേണ്ടത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഖൈറ് ഏതാണ് ഷെറ് ഏതാണ് എന്ന് നമ്മുടെ മുമ്പിൽ തിരിച്ചറിയാതാവുന്ന ചില സന്ദർഭങ്ങളിൽ പ്രത്യേകമായ 2 റക്അത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന നമസ്കാരമാണിത്. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ ഖൈറ്, നല്ലത് ഏതാണ് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് തേടുക. അതിനു വേണ്ടിയുള്ളൊരു പ്രാർത്ഥന. പല സുന്നത്തുകളും, റവാത്തിബ് സുന്നത്തുകൾ, രാത്രി നമസ്കാരങ്ങളിലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരങ്ങൾ, ളുഹാ നമസ്കാരം, അങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണല്ലോ നമ്മൾ. തഹിയ്യത്ത് അടക്കമുള്ള സുന്നത്ത് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഒരു ശീലമായി തന്നെ മാറേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു സുന്നത്ത് കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്തു വേണം എന്ന് മുന്നിൽ ചോദ്യചിഹ്നം വരുമ്പോൾ അതിൽ ഖൈറായതിലേക്ക് പഠിച്ചവനെ എന്നെ നീ നയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചു, ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനപ്രയാസമോ അല്ലെങ്കിൽ ചെയ്യണോ ചെയ്യണ്ടേ എന്ന വിചാരമോ വരുമ്പോൾ, ഒരു ചോദ്യചിഹ്നം മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. എന്നിട്ട് നിങ്ങളൊരു പ്രാർത്ഥന നിർവഹിക്കണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി. അതാണ് സ്വലാത്തുൽ ഇസ്തിഖാറത്ത്. സാധാരണ നിലക്കുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. പിന്നീടുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്പം ദീർഘമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കുകയാണ് വേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വ അസ്തഖ്ദിറുക ബിഖുദ്റതിക വ അസ്അലുക മിൻ ഫളലികൽ അളീം. അല്ലാഹുവേ, നിന്റെ അറിവ് കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നിങ്ങനെ തുടങ്ങിയ ആ പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുവേ, ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്ന കാര്യം അതെനിക്ക് നല്ലതായിട്ടാണ് വരുന്നതെങ്കിൽ ആ നല്ലതിലേക്കും ആ കാര്യത്തിലേക്കും എനിക്ക് നീ എളുപ്പമാക്കുകയും അത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യണമേ. അഥവാ ആ കാര്യം എനിക്ക് ദോഷമാണെങ്കിൽ അതിൽ നിന്ന് എന്നെ നീ തട്ടി നീക്കി തരയണമേ. അതിനെ എന്നിൽ നിന്നും നീ മാറ്റിത്തരയണമേ. അത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകരുതേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആകത്തുക. ആ പ്രാർത്ഥന, സലാത്തുൽ ഇസ്തിഖാറത്തിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന നമ്മളെപ്പോഴും പഠിക്കുകയും ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ആ ദുആ ഈ നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഇത്തരം ഒരു ചോദ്യചിഹ്നം മുന്നിൽ വരുമ്പോൾ അങ്കലാപ്പിലാകുന്ന, ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും അങ്കലാപ്പിലാകുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു സഹായം കിട്ടുമെന്നാണ് ആ നബിവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സുന്നത്ത് നമസ്കാരത്തെയും അതിലുള്ള പ്രാർത്ഥനകളെയും നമ്മൾ പ്രത്യേകം പഠിക്കാനും അത് മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാനും ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.